ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് ഈ ഒരു ടൈമിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ബാഗ് എങ്ങനെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എത്ര പഴകിയതും അഴുക്ക് പിടിച്ചതുമായിട്ടുള്ള ബാഗാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ നമ്മുടെ സ്കൂൾ ബാഗൊക്കെ കുറച്ച് നാൾ കൊണ്ട് ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ പൂപ്പലൊക്കെ പിടിച്ചിട്ട് കരിമനൊക്കെ കുത്തിയിരിക്കുമായിരിക്കും. ഒരു പ്രശ്നവുമില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് പുതിയ ബാഗിൻ്റെ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു വീഡിയോയിൽ 2 രീതിയിൽ എങ്ങനെയാണ് ബാഗ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അതുമാത്രം പോരാ, ഇനിയും ഞാനിടുന്ന വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ബാഗ് ക്ലീൻ ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ബാഗിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നാൾ പേഴ്സൊക്കെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ സിബ്ബൊക്കെ തന്നെ നല്ലതുപോലെ ടൈറ്റ് ആകാറുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള ടിപ്പൊക്കെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഉപകാരപ്രദമാവും. ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ബാഗിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ തന്നെ എടുത്തു മാറ്റണം. അതിനുശേഷമാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ബാഗ് നമുക്ക് ഈ ഒരു രീതിയിൽ പുതിയതുപോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ കുറച്ച് വിമ്മിൻ്റെ ജെല്ലെടുക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഡിഷ് വാഷ് ആയാലും മതി. അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് കോൾഗേറ്റ് ആണ്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ മൊത്തം നീര് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാഗ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. നമുക്കിതുപോലൊരു ബൗളിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഡിഷ് വാഷ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം ബാഗ് ക്ലീൻ ചെയ്യണോ അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാനായിട്ട്. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ജെല്ല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ജെല്ലിലേക്ക് കുറച്ച് കോൾഗേറ്റ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ചെറുനാരങ്ങ മൊത്തമായിട്ടും പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഈ 3 ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഒരു പേസ്റ്റിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് നല്ലതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ജെല്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ബാഗ് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. എത്ര കറ പിടിച്ചിട്ടുള്ളതും കരിമൻ കുത്തിയിട്ടുള്ളതും പൂപ്പൽ പിടിച്ചിട്ടുള്ളതുമായിട്ടുള്ള ബാഗൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ജെല്ല് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ആ ജെല്ല് ബാഗിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. സ്പൂണോ ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അഴുക്കൊക്കെ കൂടുതലുള്ള ഭാഗത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒരു സ്ക്രബ്ബറോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തുണി കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു സ്ക്രബ്ബർ വെള്ളത്തിൽ മുക്കിയെടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാഗ് വെള്ളത്തിൽ മുക്കിയെടുത്ത് കല്ലേലൊക്കെ വെച്ച് കഴുകുന്ന രീതിയിൽ ഒന്നും തന്നെ കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ജെല്ല് ഉപയോഗിച്ചിട്ട് എത്ര അഴുക്ക് പിടിച്ച ബാഗ് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കോൾഗേറ്റും നാരങ്ങനീരും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എത്ര കട്ടി പിടിച്ചിട്ടുള്ള അഴുക്കാണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കല്ലിലൊന്നും വെച്ച് കഴുകിയെടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു രീതി ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കഴിയുമെന്ന്. ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ആ ഒരു പേസ്റ്റ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത്രത്തോളം പേസ്റ്റ് ബാക്കിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലൊരു വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് വേണ്ടത്. 1-2 വെള്ളത്തിൽ ആ സോപ്പിൻ്റെ പത പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് നമ്മൾ വെയിലത്ത് ഉണക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാഗ് നല്ല പുത്തനായിട്ട് തന്നെ കിട്ടും. ഈ ഒരു രീതി വളരെ സിമ്പിൾ അല്ലേ? അപ്പം നമുക്ക് കഴുകി വൃത്തിയാക്കി ഒന്ന് കൊണ്ടുവരാം. ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഉണങ്ങാനായിട്ട് ഇതുപോലെ തല തിരിച്ചിടുകയാണെങ്കിൽ വെള്ളം പെട്ടെന്ന് വാർന്നു പോയിട്ട് നമുക്ക് വളരെ വേഗം തന്നെ ഉണങ്ങിയും കിട്ടും. അപ്പം നമുക്ക് അടുത്ത രീതിയിൽ എങ്ങനെയാണ് ബാഗൊക്കെ വൃത്തിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അടുത്ത രീതിയും വളരെ സിമ്പിളാണ്. ഈ ഒരു രീതിയിൽ ഞാൻ സാധാരണയായിട്ട് ടിഫിൻ ബോക്സിൻ്റെ ബാഗുകളൊക്കെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിനകത്തുള്ള എണ്ണമെഴുക്കൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഒരു ബക്കറ്റിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഞാൻ 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഞാൻ എടുക്കാനായിട്ടുള്ള കാരണം ഞാൻ ഇതിൽ 2 ബാഗ് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വിമ്മിൻ്റെ ജെല്ലാണ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു ആണ്. ഏത് ഷാമ്പു വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഈ ഷാമ്പുവും കൂടെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ടിഫിൻ ബോക്സിൻ്റെ ബാഗിലൊക്കെ ഉള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടും.
ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് ഇതുപോലെ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ബാഗ് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മുക്കി വെക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ കല്ലിലൊന്നും വെച്ച് അടിച്ച് കഴുകി എടുക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഒരു അരമണിക്കൂർ നേരം ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ട് നമുക്ക് 2-3 നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മാത്രം മതി. ഞാൻ ആദ്യം ഒരു സ്കൂൾ ബാഗ് മുക്കി വെക്കുന്നുണ്ട്. ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു ടിഫിൻ ബോക്സിൻ്റെ ബാഗ് കൂടി ഈ ഒരു വെള്ളത്തിലേക്ക് മുക്കി വെക്കുന്നുണ്ട്. ദേ ഇപ്പം ഒരു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ബാഗിലെ എല്ലാ അഴുക്കും നല്ലതുപോലെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ ഇവിടെ ആയിട്ടുള്ള ചെറിയ അഴുക്കുകളൊക്കെ കൈ ഉപയോഗിച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മളിങ്ങനെ ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് ടിഫിൻ ബോക്സിൻ്റെ ബാഗ് ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല മണമാണ് നമ്മളിത് ഉണക്കിയെടുക്കുമ്പം. ഞാനിപ്പോൾ ഈ ഒരു വെള്ളം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ബാഗിൻ്റെ അഴുക്ക് എത്രത്തോളം പോയിട്ടുണ്ടെന്ന്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. നല്ലതുപോലെ നമ്മുടെ ബാഗിൻ്റെ അഴുക്കൊക്കെ തന്നെ പോയിട്ടുണ്ട്. ഇനി നമ്മളിത് കല്ലിലോ മറ്റോ ഉരച്ചൊന്നും കഴുകേണ്ടതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതുപോലെ കൊണ്ടുപോയി 2-3 വെള്ളത്തിലൊന്ന് കഴുകി ആ സോപ്പ് പതയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ഉണക്കിയെടുത്താൽ മാത്രം മതി. ഇതേ നോക്കിയാൽ അപ്പം ഞാൻ എല്ലാ ബാഗും നല്ലതുപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ടിഫിൻ ബാഗിലുള്ള എണ്ണമെഴുക്കൊക്കെ പോയി പുതിയതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഷാമ്പു ഉപയോഗിച്ച് കഴുകിയതുകൊണ്ട് നല്ലൊരു മണവും ഉണ്ട് കേട്ടോ. ആ സ്കൂൾ ബാഗ് നല്ലതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് മക്കൾക്ക് കാശൊന്നും ചിലവാക്കാതെ പഴയ ബാഗ് തന്നെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുത്ത് കൊടുത്തു വിടാനായിട്ട് പറ്റുമില്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ സിബ് എങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് നാൾ നമ്മൾ ബാഗൊന്നും എടുക്കാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സിബൊക്കെ നല്ലതുപോലെ ടൈറ്റ് ആകാറുണ്ടല്ലേ. നമുക്ക് പിന്നെ അത് തുറക്കാനും അടയ്ക്കാനും ഒക്കെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ മക്കൾക്കൊക്കെ കൊടുത്തു വിടുവാണെങ്കിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടും. അപ്പോൾ നമുക്കതെങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. ഞാനൊരു 2 രീതിയിൽ അത് മാറ്റിയെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് വേണ്ടത് വാസലിനാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെട്രോളിയത്തിൻ്റെ ജെല്ലി എടുത്താൽ മതി. അതെടുത്തിട്ട് നമുക്ക് ആ ഒരു സിബിൻ്റെ ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അത് നല്ലതുപോലെ ഈസി ആയിട്ട് തുറക്കാനും അടയ്ക്കാനും പറ്റും. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ആ സിബിൻ്റെ ഭാഗത്ത് ഇത് ഇങ്ങനെയൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മൾ പുതിയ ബാഗൊക്കെ വാങ്ങുന്ന ടൈമിൽ ഇതുപോലെ കുറച്ച് പെട്രോളിയത്തിൻ്റെ ജെല്ലിയൊക്കെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിബ് രണ്ടും വിട്ടുപോകാതെ കുറച്ച് കൂടുതൽ കാലം നമുക്ക് ആ ഒരു സിബ് ഈട് നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടമായില്ലേ? ഇനി രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് ആ സിബിൻ്റെ ടൈറ്റ്നെസ് മാറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വാസലിനൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാം വീട്ടിലുള്ള ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു സിബിൻ്റെ ടൈറ്റ്നെസ് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മുടെ എല്ലാം വീട്ടിലുള്ള മെഴുകുതിരി മാത്രം മതി നമുക്ക് ഈ ഒരു സിബിൻ്റെ ടൈറ്റ്നെസ് മാറ്റിയെടുക്കാനായിട്ട്. നമ്മുടെ ആ മെഴുകുതിരി ആ സിബിൻ്റെ 2 ഭാഗത്തും നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സിബ് തുറക്കാനും അടയ്ക്കാനും പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണമേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.